ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷാനാസ് സ്പൈസസ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഹാർട്ട് ഹെൽത്തി റെസിപ്പി ഐഡിയ ആണ്. കുറച്ച് നാൾ മുമ്പ് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് റെഗുലർ ചെക്കപ്പ് നടത്തിയപ്പോൾ ഒരു ഇത് കണ്ടിട്ട് അങ്ങനെ റിഫർ ചെയ്തതാണ് കാർഡിയോളജിസ്റ്റിനെ. അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞൊക്കെ നോർമലാണ്, ഓക്കെയാണ്. പക്ഷേ ട്രെൻഡ് അനുസരിച്ചിട്ട് കുറച്ച് കെയർഫുൾ ആവാം എന്ന് പറഞ്ഞ് ഡയറ്റിൽ അപ്പോൾ ഈ ഓട്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തു. അതും കുക്ക് ചെയ്ത ഓട്സ് അല്ല, ഓവർനൈറ്റ് ഓട്സിനെ പറ്റി ഡോക്ടർ പറഞ്ഞു ഈ കാര്യത്തിൽ. അപ്പോൾ ഓവർനൈറ്റ് ഓട്സിനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് റെസിപ്പീസ് കണ്ടിട്ടുണ്ട്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നൊക്കെ അറിയാം. എന്നാലും ഇങ്ങനൊരു ഹാർട്ട് ഹെൽത്തി ഫാക്ടറും കൂടി ഉണ്ടെന്ന് ഈ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പലതരം നട്ട്സ്, സീഡ്സ്, അതുപോലെ പയറുവർഗ്ഗങ്ങളിലും ഗ്രെയിൻസിലും കാണുന്ന ഒരു സാധനമാണ് ഫൈറ്റിക് ആസിഡ്. അപ്പോൾ ഗ്രെയിൻസിൽ അതിൻ്റെ ഔട്ടർ കവറിങ് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാനിലാണ് ഈ ഫൈറ്റിക് ആസിഡ് കാണുന്നത്. ഓട്സിലും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫൈറ്റിക് ആസിഡ് നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുന്ന പല ഇമ്പോർട്ടൻറ്റ് മിനറൽസിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത് കുറയ്ക്കും, ബ്ലോക്ക് ചെയ്യും അതിൻ്റെ അബ്സോർപ്ഷൻ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മിനറൽസ് നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ കാൽസ്യം, മാഗ്നീസിയം, അയൺ, സിങ്ക്, കോപ്പർ, ഇതൊക്കെ പോലത്തെ ഫൈറ്റിക് ആസിഡ് ഇതിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ അബ്സോർപ്ഷനെ തടസ്സപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് പലതരം ഗ്രെയിൻസ്, പയർവർഗ്ഗങ്ങൾ, നട്ട്സ്, സീഡ്സൊക്കെ സോക്ക് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കൂടുന്നത്. നമുക്ക് അതിൻ്റെ ഫൈറ്റിക് ആസിഡിൻ്റെ ലെവൽ കുറയും, അപ്പോൾ മിനറൽ അബ്സോർപ്ഷൻ കൂടും. അപ്പോൾ നട്ട്സ്, സീഡ്സ്, ഇതുപോലത്തെ ഗ്രെയിൻസ്, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ പല ടൈപ്പാണ്. സോക്കിങ് കൂടുതൽ നേരം ആവശ്യമുള്ളതും കുറവ് നേരം ആവശ്യമുള്ളതും തീരെ സോക്ക് ചെയ്യാൻ ആവശ്യമില്ലാത്തതും ഉണ്ട്. അപ്പോൾ ഓട്സിൻ്റെ സോക്കിങ് ഒരു 6 hours ആണ് റെക്കമെൻഡഡ് ടൈം. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഓട്സ് 3 തരത്തിലാണ് കൂടുതലും കാണുന്നത്. ഇൻസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്വിക്ക് കുക്കിംഗ് ഓട്സ്, റോൾഡ് ഓട്സും പിന്നെ സ്റ്റീൽ കട്ട് ഓട്സ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ലെങ്കിൽ ക്വിക്ക് കുക്കിംഗ് ഓട്സ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും പ്രോസസ്ഡ്. ഇതിനെ സ്റ്റീം ചെയ്ത് പിന്നെ റോൾ ചെയ്ത് പിന്നെ അതിനെ ചെറിയ തരികളായിട്ട് കട്ട് ചെയ്യുന്നത് ആണ് അതിൻ്റെ പ്രോസസ്സ്. ഇതിൻ്റെ കുക്കിംഗ് ഫാസ്റ്റർ ആയിരിക്കും, പക്ഷേ അതിൻ്റെ എനർജി അബ്സോർപ്ഷൻ കൂടുതൽ വേഗം പീക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യും. എന്ന് വെച്ചാൽ കൂടുതൽ നേരം അതിനായിട്ട് നമ്മൾ എനർജി നിൽക്കില്ല. നല്ല എനർജി വേഗം വരും, പക്ഷെ അതുപോലെ തന്നെ ഡൈ ഡൗൺ ചെയ്യും ആ എനർജി. ആ സമയത്ത് റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞത് സ്റ്റീം ചെയ്തിട്ട് റോൾ ചെയ്ത് ഫ്ലാറ്റ് ചെയ്ത് മാത്രം ചെയ്യണുള്ളൂ. ഇത് കഴിക്കുന്നതോട് അതിൻ്റെ എനർജി കൂടുതൽ നേരം ത്രൂ ഔട്ട് ദ ഡേ പതുക്കെ റിലീസ് ചെയ്യും. കൂടുതൽ നേരം നമ്മൾ എനർജൈസ്ഡുമായിരിക്കും, ഫുൾ ഫീലിംഗും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കുറവ് പ്രോസസ്സിങ് ഉള്ളതാണ് സ്റ്റീൽ കട്ട് ഓട്സ്. ഇതിൻ്റെ ടെക്സ്ചർ കൂടുതൽ ഹാർഡായിരിക്കും. ഇതിനെ ഫ്ലാറ്റൻ ചെയ്തിട്ടില്ല, വെറുതെ കട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അബ്സോർപ്ഷൻ ടൈമും കൂടുതലാണ്, ഇത് കൂടുതൽ നേരം ഫില്ലിംഗ് ആയിരിക്കും. പക്ഷേ ഓവർ നൈറ്റ് ഓട്സിന് ഇതിൻ്റെ സോക്കിങ് അത്ര സോഫ്റ്റ് ആവാത്ത കാരണം നമ്മൾ കൂടുതൽ ഓവർ നൈറ്റ്സിന് യൂസ് ചെയ്യുന്നത് റോൾഡ് ഓട്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഈ റോൾഡ് ഓട്സ് സോക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റിയൊരു കാര്യം, കൂടുതൽ ഫീലിംഗ് ആണ്. കുറച്ച് അളവിൽ പെട്ടെന്ന് ഫുള്ളാവും, പിന്നെ കുറേ നേരം അത് സസ്റ്റെയിൻ ചെയ്ത് ആ എനർജിയും നിൽക്കും. തീരെ ടയേർഡും അല്ല, തീരെ ഹംഗ്രിയും ആവാറില്ല. ഇടയ്ക്കിടയ്ക്ക് സ്നാക്ക് കഴിക്കാനൊന്നും ഉള്ള ഫീലിംഗ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഇതൊരു വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി ചെയ്ത് വയ്ക്കും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. എന്തെങ്കിലും തരം ഗ്ലാസ് ജാർ ഉപയോഗിക്കാം, ഇതുപോലത്തെ മേസൺ ജാർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ലഞ്ച് ബോക്സ് ഇതുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് ഓട്സാണ് ഞാൻ യൂസ് ചെയ്യാറ് 2 പേർക്ക്. നല്ല ഫില്ലിംഗ് ആണ്, അതുകൊണ്ട് ഇത്രയും അളവ് മതിയാവും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ അളവ് നിങ്ങൾക്ക് കൂട്ടാം അതനുസരിച്ച്. 1 കപ്പ് 240 മില്ലിയുടെ കപ്പ് മെഷറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് റോൾഡ് ഓട്സിലേക്ക് ഏകദേശം 1 കപ്പ് പാൽ, ഇപ്പോൾ 3/4 കപ്പ് പാൽ ആഡ് ചെയ്യാം. കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് കഴിക്കണമെങ്കിൽ, കുറച്ചും കൂടി ലൂസായി കഴിക്കണമെങ്കിൽ 1 കപ്പ് ഓട്സിന് 1 കപ്പ് പാലും ആവാം. ചിലർക്ക് കുറച്ച് കൂടുതൽ പാലും ഇഷ്ടമാണ്.
അപ്പോൾ ഇത് സോക്ക് ചെയ്യുമ്പോൾ പാല് മുഴുവൻ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യണ പാല് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ആൽമണ്ട് മിൽക്കാണ്. അതും ആക്ടിവേറ്റഡ് ആൽമണ്ട് മിൽക്കാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ ബദാം സോക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണ ബദാം മിൽക്ക്, ആൽമണ്ട് മിൽക്ക് എന്നും പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വളരെ ഹെൽത്തി ഓപ്ഷനാണ്. പാല് കഴിക്കാൻ പറ്റാത്തവർക്ക് അത്, അല്ലെങ്കിൽ റൈസ് മിൽക്ക്, സോയ മിൽക്കൊക്കെ വേറെ ഓപ്ഷൻസാണ്, ഡെയറി ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ്. ഇതല്ലെങ്കിൽ മിൽക്കായാലും കുഴപ്പമില്ല. എന്നാലും ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ ഈ റെസിപ്പിയിൽ ആൽമണ്ട് മിൽക്കാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ മിൽക്ക് ഒരു റൂം ടെമ്പറേച്ചർ മിൽക്ക് ആണെങ്കിലാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്നിട്ട് അത് സോക്ക് ചെയ്യാൻ വേണ്ടി പുറത്തും വെക്കാനവരുണ്ട്, അതിലാണ് കൂടുതൽ ഗുണം എന്ന് പറയും. പക്ഷെ ഞാൻ ഫ്രിഡ്ജിലാണ് കൂടുതൽ വെക്കാറ്. രാവിലെ ചെറിയ തണുപ്പോടുകൂടി കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത്. ഇനി ഇത് ചെറുതായിട്ട് ചൂടാക്കുകയാണെങ്കിലും അതും നല്ലതാണ്, അങ്ങനെയും ചെയ്യാം. പിന്നെ ഈ സോക്ക് ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, വേണമെങ്കിൽ കുറച്ച് ബദാം ചേർക്കാം. സോക്ക് ചെയ്ത ബദാമിൻ്റെ ഗുണങ്ങൾ അതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റോ ആൽമണ്ട് ആണെങ്കിൽ ഞാൻ സോക്ക് ചെയ്യാൻ ഇടാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബേക്ക്ഡ് ആൽമണ്ട്സ് രാവിലെ ഇതിലിടാറുള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇതിൻ്റെ ഇത്തിരി ഉപ്പുള്ള വേർഷനാണ് ഇഷ്ടം. അപ്പോൾ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കുറച്ച് ബദാം ഇടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ വളരെ പ്ലസൻ്റ് ആണ്. ഓട്സിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഇത് തണുത്തത് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ സേവറി ടൈപ്പാണ് ഇഷ്ടമെങ്കിൽ ഉപ്പ്, കുരുമുളക്, അതുപോലെ കുറച്ച് ഓലിവ് ഓയിൽ മുകളിലിട്ട് കൊടുത്താൽ നല്ലതാണ്. എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിലായാലും നല്ലതാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ഇതിനായിട്ട് ആഡ് ചെയ്യാം. ഇതിനായിട്ട് ബോയിൽഡ് വെജിറ്റബിൾസ് കഴിക്കാം, ഫ്രഷ് വെജിറ്റബിൾസ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്യാം. ഇന്ന് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് റെഗുലറായിട്ട് റോസ്റ്റഡ് ആൽമണ്ട്സ് അല്ലെങ്കിൽ ബേക്ക്ഡ് ആൽമണ്ട്സ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ അവക്കാഡോ സ്ലൈസ് ചെയ്തിട്ട്. അപ്പോൾ അവക്കാഡോയും ഹാർട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് കുറച്ച് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. വേറെ ഫ്ലേവറിങ് ഒന്നും ആഡ് ചെയ്യണില്ല. ഇതിപ്പോൾ നല്ലൊരു ഫില്ലിങ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരുപാട് സമയത്തിന് നമ്മൾ തീരെ വിശപ്പ് വേറെ അറിയണില്ല. അപ്പോൾ അവക്കാഡോ അല്ലെങ്കിൽ പലതരം ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത് ബോയിൽഡ് ബ്രോക്കലി അല്ലെങ്കിൽ ആസ്പാരഗസ് കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ക്യൂക്കമ്പറും കോണും വെറുതെ കുക്ക് ചെയ്യാതെ ഫ്രോസൺ കോൺ എടുത്തിട്ട് അതൊന്ന് തോ ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുക്കുമ്പറും കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് അതും അതിൻ്റെ കൂടെ കഴിക്കാം. അല്ലെങ്കിൽ മധുരം ഉള്ള വേർഷനാണ് ഇഷ്ടമെങ്കിൽ ഇതിൽ നമുക്ക് വാൾനട്ട്സും ബനാനയും ആഡ് ചെയ്യാം. അതും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ഒരിത്തിരി മേപ്പിൾ സിറപ്പ് ആഡ് ചെയ്യും ഞാൻ ഷുഗറിന് പകരം. അല്ലെങ്കിൽ അതിന് പകരം അഗാവേ നെക്ടർ അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള നട്ട്സ്, വാൾനട്ട്സ്, ബദാം, കാഷ്യൂ നട്ട്സ്, ഇതൊക്കെ നല്ലതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ആൽമണ്ട്സ് ആണ്. അപ്പോൾ ഇതുപോലെ പല കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോൾട്ടി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ, മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും, കുക്ക് ചെയ്ത വെജിറ്റബിൾസ്, ഇപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി തോരനൊക്കെ ഉണ്ടെങ്കിലും അതും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് സ്നേഹമുള്ളവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. അത് 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. രാത്രി ഇത് പ്രിപ്പയർ ചെയ്ത് രാവിലെ ഹെൽത്തി ആയിട്ടൊരു ഐറ്റം കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. കൂടുതൽ നേരം എനർജൈസ്ഡ് ആയിരിക്കും, വിശപ്പ് ഇല്ലാണ്ടാവും കുറേ നേരത്തേക്ക്. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈം വരെയും വേറെ ഒന്നും കഴിക്കാനുള്ള ഒരു തോന്നലൊന്നും ഉണ്ടാവില്ല. ഓവർ ഈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും കുറയും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് ഓവർനൈറ്റ് ഓട്സ്. അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങളുടെ അക്കൗണ്ട് കറക്റ്റാണോ നോക്കുക, യൂട്യൂബിൽ കിടക്കുന്നത്. എന്നിട്ട് ഷാന സ്പൈസസ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബെല്ലൈക്കോൺ കാണും, ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഓൾ, പേഴ്സണലൈസ്ഡ്, നൺ. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം, എന്നാലേ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.